Hi everyone. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങളൊക്കെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു ഡെന്റൽ ക്ലിനിക് ടൂർ അല്ലെങ്കിൽ ഒരു ഡെന്റൽ ക്ലിനിക് വിസിറ്റ് ആണ്. ചില ബേസിക് ആയിട്ടുള്ള ഡെന്റൽ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഒരു ഡെന്റൽ ചെയറിന്റെ പ്രവർത്തനം, പല അടയ്ക്കുന്ന മെറ്റീരിയലുകൾ ഇതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനായി നമ്മളിന്ന് വന്നിട്ടുള്ളത് സഹേലിയ ഡെന്റൽ ക്ലിനിക്കാണ്. നമുക്ക് ക്ലിനിക്കിലോട്ട് പോകാം. നമുക്ക് ഓരോ കാര്യവും കാണാം. വരും. ഇന്നത്തെ കൂടെ ഉള്ളത് ഡോക്ടർ അഭിയാണ്, സഹാലിയ ഡെന്റൽ ക്ലിനിക്കിലെ ചീഫ് ഡെന്റൽ സർജൻ ആണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് ഡെന്റൽ ക്ലിനിക്കിൽ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ ഇതൊക്കെ ലൈവായിട്ട് കാണാം. ഫസ്റ്റ് ഒരു പേഷ്യന്റ് ഒരു ക്ലിനിക്കിലോട്ട് വന്നു കഴിയുമ്പോൾ ആദ്യം ഒരു ഡെന്റിസ്റ്റ് രോഗനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇത്. ഇതാണ് മൗത്ത് മിറർ. ഇതിനൊരു മിറർ പോർഷൻ ഉണ്ട്, അതുപോലെ പിടിക്കുന്നതിന് വേണ്ടി ഒരു ഹാൻഡിൽ ഉണ്ട്. വായ്ക്കകവും പല്ലുകളും വ്യക്തമായി കാണുന്നതിനാണ് മൗത്ത് മിറർ ഉപയോഗിക്കുന്നത്. ഇതാണ് പ്രോബ്. ഇതിന് രണ്ട് അഗ്രങ്ങളാണുള്ളത്. നമുക്ക് പല്ലുകളിൽ കേടുകൾ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ക്യാച്ച് കിട്ടുന്നുണ്ടോ, കേടുകൾ കുടുങ്ങുന്നുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോബ് ഉപയോഗിക്കുന്നത്. ഡെന്റൽ ചെയർ ഓരോ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിനനുസരിച്ച് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് താഴ്ത്തുവാനും പൊക്കുവാനും പുറകിലോട്ട് നീക്കുവാനും കഴിയുന്ന ഒന്നാണ്. അതിനുള്ള സെറ്റിംഗ് ഈ മെഷീനിൽ തന്നെ അവൈലബിൾ ആണ്. നമ്മൾ പേഷ്യന്റിന്റെയും ഡോക്ടറിന്റെയും കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ ചെയർ പൊക്കുകയും അതുപോലെ തന്നെ മുമ്പോട്ടും ആക്കാൻ പറ്റുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും ചെയർ മുമ്പോട്ട് വരികയാണ് ചെയ്യുന്നത്, നേരെ ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും താഴോട്ട് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് റെസ്റ്റ് കൺട്രോൾ ഉണ്ട്. അതായത് ഈ ഒരു താഴത്തേക്ക് വെച്ച് ഫുഡ് റെസ്റ്റ് വെച്ച് തന്നെ നമുക്ക് ചെയർ മുന്നോട്ടും ഇപ്പോൾ ചെയർ പൊക്കുവാണ്, അതുപോലെ തന്നെ താക്കുകയും സൈഡിലോട്ട് ആക്കുകയും ചെയ്യാവുന്നതാണ്. ഈ ചെയറിൻ്റെ കേസ് എടുത്താൽ ഇതിൽ ലൈറ്റ് എന്ന് പറയുന്നത് സെൻസർ ടൈപ്പാണ്. നമുക്ക് ഒരു പാം വെക്കുമ്പോൾ അതിനെ സെൻസ് ചെയ്തതിനനുസരിച്ച് ലൈറ്റ് ഓൺ ആകുകയും ഓഫ് ആകുകയും ചെയ്യുന്നു. അതുപോലെ പല പൊസിഷനിലോട്ട് ആ ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ വായുടെ അല്ലെങ്കിൽ ആ പല്ലിൻ്റെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഡെന്റൽ ചെയറിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി പ്രധാനമായിട്ടും ഒരു ഡെന്റൽ ചെയറിൽ അറിയേണ്ട ഒരു പാർട്ടാണ് സക്ഷൻ ട്യൂബ്. ഉമ്മനീര് വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്യൂബാണിത്. നമ്മൾ പ്രൊസീജിയറിൽ പലത് ചെയ്യുമ്പോഴും വാട്ടർ നമ്മൾ ആ വായ്ക്കുള്ളിൽ ഉമ്മനീര് നീക്കം ചെയ്യേണ്ടത് അനിവാര്യമായിരിക്കും. അപ്പം തെരെ അത് സ്പിറ്റ് ചെയ്യാന്നുള്ളത് പേഷ്യൻറ്റിനും ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പ്രൊസീജിയറിന് ബുദ്ധിമുട്ടായിരിക്കാം. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് സക്ഷൻ ട്യൂബ് എന്ന പേരും അറിയപ്പെടും. പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. പലരും ചോദിച്ചിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് എന്താണ് പല്ല് അടയ്ക്കുന്ന ഇൻസ്ട്രുമെൻസും പല്ല് ക്ലീൻ ചെയ്യുന്ന ഇൻസ്ട്രുമെൻസും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ ഈ 3 ഇൻസ്ട്രുമെൻറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോന്നും എടുത്ത് അവയുടെ ഫംഗ്ഷൻ നമ്മൾ പറയുന്നതായിരിക്കും. എടുത്തിട്ടുള്ള ഈ ഇൻസ്ട്രുമെൻ്റ് ആണ് ഡെന്റൽ സ്കെയിലർ. ഇതാണ് ഒരു പല്ല് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ നടക്കുന്നത് ഒരു വൈബ്രേറ്ററി മൂവ്മെൻ്റ് ആണ്. അത് ഓൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വെള്ളം വരുന്നതിനോടൊപ്പം തന്നെ ആ സ്കെയിലറിൻ്റെ ടിപ്പ് വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതൊരു വൈബ്രേഷൻ മൂവ്മെൻറ്റ് മാത്രമായതിനാൽ തന്നെ പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഒരിക്കലും പല്ലിൻ്റെ പാർട്ടുകൾ വിട്ടുപോകുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്.
ഇനി ഈ ഡെൻ്റൽ സ്കെയിലറുമായി കൺഫ്യൂസ് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റാണ് പല്ലടയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എയർ റോട്ടറുകൾ. ഇതിൻ്റെ ടിപ്പ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഡെൻ്റൽ സ്കെയിലറിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ ഡ്രില്ല് ചെയ്യുന്നത് പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് ഇതിനുള്ളത്. അതേ പ്രവർത്തനമാണ് എയർ റോട്ടർ ചെയ്യുന്നതും. എയർ റോട്ടർ ഉപയോഗിച്ച് പല്ലുകൾ ഡ്രില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതും പ്രവർത്തിക്കുന്ന സമയം അതിൽ നിന്ന് വെള്ളം പുറത്തു വരുന്നതാണ്. ഈ രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രം കാണിക്കുകയാണ്. ഇതിൽ ഫസ്റ്റ് കാണുന്നത് സ്കെയിലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റും രണ്ടാമത് കാണുന്നത് പല്ലടയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുമാണ്. ഇത് രണ്ടും രണ്ട് വ്യത്യസ്തങ്ങളായ ഇൻസ്ട്രുമെൻ്റാണ്, രണ്ട് പ്രവർത്തനങ്ങളാണ്. ആയതിനാൽ തന്നെ പല്ല് ക്ലീൻ ചെയ്യുന്നതും പല്ലടയ്ക്കുന്നതും രണ്ട് കാര്യങ്ങളാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട എയർ റോട്ടറിൻ്റെ വിവിധതരം ടിപ്പുകളാണിത്. ഓരോ ആവശ്യാനുസരണം ഏത് രീതിയിൽ പല്ല് ഷേപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പല്ല് ചെറുതാക്കണം, ഇതൊക്കെ അനുസരിച്ച് ടിപ്പുകൾ മാറി മാറി ഉപയോഗിക്കുന്നതാണ്. ഇത് എയർ റോട്ടർ ടിപ്സാണ്. ബറുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇനി ഈ കാണുന്നത് പോളിഷിംഗ് ബറുകളാണ്. അല്പം മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ പല്ലടച്ചതിന് ശേഷം പല്ല് പോളിഷ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്മൂത്തൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ അല്ലെങ്കിൽ ബറുകളാണിത്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് നമ്മൾ എക്സ്റേ എടുക്കുന്ന മെഷീനാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു ഡാർക്ക് റൂമിലുള്ള സജ്ജീകരണങ്ങളല്ല, നേരെ മറിച്ച് ഡിജിറ്റൽ എക്സ്റേകളാണ് ഇന്ന് ക്ലിനിക്കുകളിൽ ലഭ്യമായിട്ടുള്ളത്. ഇത് RVG എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാണുന്ന പാർട്ടാണ് നിങ്ങളുടെ വായ്ക്കുള്ളിൽ പ്ലേസ് ചെയ്യുന്ന ഫിലിം ഉൾക്കൊള്ളുന്ന പാർട്ട്. ഇത് നിങ്ങളുടെ വായിൽ പ്ലേസ് ചെയ്ത് നിങ്ങളോട് പിടിക്കുവാൻ പറയും. അതിനുശേഷം നമ്മൾ എക്സ്റേ എക്സ്പോഷർ ചെയ്ത് എക്സ്റേ ലഭിക്കുകയാണ് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ ഫിലിമായിട്ടല്ല, നേരിട്ട് നമുക്ക് ലാപ്ടോപ്പിലോട്ട് ഇത് കണക്ട് ചെയ്ത് ഡിജിറ്റൽ രൂപത്തിൽ ലാപ്ടോപ്പിൽ നമുക്ക് എക്സ്റേ വിസിബിൾ ആവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അത് നമുക്ക് മനസ്സിലാക്കുന്നതിനും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും ഒക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പുതിയൊരു നവീനമായിട്ടുള്ള എക്സ്റേ സംവിധാനമാണ് RVG. ഇത് പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേ മെഷീനാണ്. പണ്ടത്തെ പോലെ ഒരിടത്ത് പ്ലേസ് ചെയ്ത് എക്സ്പോഷർ ചെയ്യണമെന്നില്ല. നമുക്ക് കുറച്ചുകൂടെ പിടിക്കുവാനും അതുപോലെ ഹാൻഡിൽ ചെയ്യാനും എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള എക്സ്റേ മെഷീനുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇത് പല്ലിൻ്റെ അതേ കളറിൽ പല്ല് അടയ്ക്കുന്ന മെറ്റീരിയലാണ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. അതിനൊരു എച്ചൻ്റ് ഉണ്ട്, ബോണ്ടിങ് ഏജന്റ് ഉണ്ട്, അതുപോലെ വിവിധ ഷെയ്ഡിലുള്ള കോമ്പോസിറ്റ് പദാർത്ഥമുണ്ട്. ഇതാണ് പല്ലിൻ്റെ അതേ കളറിൽ പല്ലടയ്ക്കുന്ന മെറ്റീരിയൽ. ഓരോ പല്ലിൻ്റെ ഷെയ്ഡ് അനുസരിച്ച് കടും വെള്ള കളറ്, മഞ്ഞ കളർന്ന വെള്ള കളറ്, അങ്ങനെ അതിനെയാണ് A1 A2 എന്ന് പറയുന്നത്. എത്രത്തോളം വെളുപ്പമുണ്ട് അതിനനുസരിച്ച് അതിന് ചേരുന്ന കോമ്പോസിറ്റ് മെറ്റീരിയലുകളാണ് പല്ലടയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വിവിധ ഷെയ്ഡുകളിൽ അവൈലബിൾ ആണ്. നമുക്ക് ഒരുപാട് നാൾ നിൽക്കുന്ന ഒരു പെർമനന്റ് ഫില്ലിംഗ് ആണ് കോമ്പോസിറ്റ്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പല്ലിൻ്റെ അതേ കളറിലുള്ള മെറ്റീരിയലുകൾ. ഇത് പല്ലിൽ വെച്ചതിന് ശേഷം ലൈറ്റ് ക്യൂർ ചെയ്താണ് അത് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ ലൈറ്റ് അടിച്ചാണ് അത് ക്യൂർ ചെയ്ത് അത് സെറ്റ് ചെയ്ത് അത് ഫിക്സ് ചെയ്യുന്നത് വായ്ക്കകത്ത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ലൈറ്റ് ക്യൂറിങ് യൂണിറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻ ചെയ്യുന്ന ഒരു ബേസിക് സ്റ്റെപ്പ്, നമ്മൾ ആ കേടുള്ള ഭാഗത്ത് നല്ല രീതിയിൽ ആ കേട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നു. അതിൻ്റെ അഴുക്കൊക്കെ മാറ്റി നല്ലൊരു ഷേപ്പ് കൊടുത്ത് കോമ്പോസിറ്റ് ഇരിക്കാവുന്ന രീതിയിൽ നമ്മൾ അതിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ബറുകൾ ഉപയോഗിച്ച്, ഇതൊരു പോളിഷിംഗ് ബറാണ്, അല്പം മുമ്പ് കണ്ടില്ലേ. അപ്പം അതുപോലെ നമ്മൾ ബറുകൾ ഉപയോഗിച്ച് അതിനെ നല്ല രീതിയിൽ ആ ഒരു ഉണ്ടാക്കിയെടുത്ത ഷേപ്പ് നല്ല രീതിയിലാക്കുന്നു. പിന്നീട് നമ്മൾ കണ്ട ആ വെള്ള സിറിഞ്ചിലെ ആ മെറ്റീരിയലാണ് ഇത്, എച്ചൻ്റ് ഈ മെറ്റീരിയലാണ് എച്ചൻ്റ്. ഇത് ഉപയോഗിച്ച് നമ്മൾ എച്ച് ചെയ്യുന്നു പല്ല്. പിന്നീട് നമ്മൾ ബോണ്ടിങ് ഏജന്റ് അപ്ലൈ ചെയ്യുന്നു. ആ ബോട്ടിൽ അല്പം മുമ്പ് കണ്ടതാണ് ബോണ്ടിങ് ഏജന്റ് അപ്ലൈ ചെയ്യുന്നു. ശേഷം ബോണ്ടിങ് ഏജന്റ് ലൈറ്റ് ക്യൂർ വെച്ച് ക്യൂർ ചെയ്യുന്നു. പിന്നീട് ഇൻക്രിമെന്റ് ആയിട്ട് ഓരോ കോമ്പോസിറ്റ് പാർട്ടിക്കിളും വെച്ച് അത് ലൈറ്റ് വെച്ച് ക്യൂർ ചെയ്ത് ഇതുപോലെ പല്ലിൻ്റെ അതേ ആകൃതിയിൽ അതേ കളറിലുള്ള ഒരു സിമെന്റ് വെച്ച് ഇങ്ങനെ ഫിക്സ് ചെയ്ത് അത്രത്തോളം ഭംഗിക്ക് റെസ്റ്റോർ ചെയ്തെടുക്കുന്നു. ഇതാണ് കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻ. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പല്ലല്ലെന്ന് ആരും പറയില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസ്റ്റോറേഷൻ ആണത്. ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി എന്താണ് പോളിഷിംഗ് ഒക്കെ ചെയ്യും. അതാണ് അല്പം മുമ്പ് കാണിച്ച ആ ബറുകൾ ഉപയോഗിച്ച് ഈ പറഞ്ഞ റെസ്റ്റോറേഷൻ പോളിഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ ഭംഗിക്ക് ആ റെസ്റ്റോറേഷൻ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.
ഇനി കോമ്പോസിറ്റ് പോലെ തന്നെ പല്ലിൻ്റെ അതേ കളറിൽ ഉള്ള മറ്റൊരു ഫില്ലിംഗ് മെറ്റീരിയലാണ് ഗ്ലാസ് ഐനോമർ സിമെൻറ്റ്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് കാണിക്കാൻ പോകുന്ന അതാണ് ഈ കുപ്പിയിൽ വരുന്നത്. അതൊരു ബോട്ടിൽ പൊടിയും അതുപോലെ തന്നെ ലിക്വിഡും, ഇങ്ങനെ 2 ഫോമിലാണ് അത് വരുന്നത്. ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്ത് ഒരു സിമെൻറ്റ് പോലെ ഉണ്ടാക്കി അതാണ് പല്ലടയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് GIC ഗ്ലാസ് ഐനോമർ സിമെൻറ്റ്. ഇതും പല്ലിൻ്റെ അതേ കളറിലുള്ള ഫില്ലിംഗ് മെറ്റീരിയലാണ്. കോമ്പോസിറ്റും GICയുമാണ് വളരെ കോമൺ ആയിട്ട് ഇന്ന് ഉപയോഗിക്കുന്ന 2 മെറ്റീരിയൽ. ഇത് GIC ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറാണ് ഈ കാണിച്ചിരിക്കുന്നത്. കേട് നമ്മൾ റിമൂവ് ചെയ്യുന്നു, അതിൽ അഴുക്കൊക്കെ മാറ്റി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ പൗഡറും ലിക്വിഡും ഈ കാണുന്ന പാഡ്, ഇപ്പം കാണിച്ചില്ലേ ഒരു പേപ്പർ പോലത്തെ, അതുപോലത്തെ ഒരു മിക്സിംഗ് പാഡിൽ വെച്ച് നമ്മൾ മിക്സ് ചെയ്ത് അതൊരു സിമെന്റ് ആക്കി മാറ്റുന്നു. കണ്ടോ, ഇതാണ് ലിക്വിഡും പൗഡറും. അത് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. അതിന് പ്രത്യേക റേഷ്യോ ഉണ്ട്, പ്രത്യേക അളവിലാണ് അത് ചെയ്യുന്നത്. അതൊന്നും ഇൻ ഡീറ്റെയിൽ നിങ്ങൾ അറിയേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് അതിനെപ്പറ്റിയൊന്നും അതിൻ്റെ ഒരു ടെക്നിക്കൽ വശത്തോട്ട് നമ്മൾ കിടക്കാത്തത്. ഇതുപോലെ നമ്മൾ പൗഡറും ഈ ലിക്വിഡ് മിക്സ് ചെയ്ത് ആദ്യം സിമെന്റ് ഉണ്ടാക്കുന്നു. ഇത് വായിൽ പ്ലേസ് ചെയ്യുന്നു, പല്ലിൻ്റെ ആകൃതിയിൽ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്നു. ഇതൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും വളരെ ടെക്നിക് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയറുകളാണ്. ഇതൊക്കെ വളരെ സൂക്ഷിച്ച് അതിൻ്റെ റേഷ്യോയിൽ നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ലഭിക്കുകയുള്ളൂ. സോ ഇതൊക്കെ കാണുമ്പോൾ എളുപ്പമാണ്, പക്ഷേ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങളാണ്. കണ്ടോ, അതുപോലെ നമ്മൾ സിമെൻറ്റ് പല്ലിൽ പ്ലേസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പല്ലിനെ പോലെ തന്നെ ഇരിക്കും. ഇത് പല്ലെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കൊടിലുകളാണ്, ഫോർസെപ്സുകളാണ്. അത് ഓരോ പല്ലിനും ഓരോ ഫോർസെപ്സുകളാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ നമുക്ക് പല്ലെടുക്കുന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഒരു ഡെന്റൽ ചെയറിൽ ബേസിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും മെറ്റീരിയലുകളും മാത്രമായിരുന്നു. ഇനി ഇൻ ഡീറ്റെയിൽ ആയി ഒരു റൂട്ട് കനാലിന് വേണ്ട ഇൻസ്ട്രുമെന്റ് എന്തൊക്കെയാണ്, അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഫ്ലാപ്പ് സർജറി എങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോകളിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. യാദൃശ്ചികമായി നാട്ടിലെത്തുകയും ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുന്നതിനും സഹായിച്ചത് ഡോക്ടർ അബിയാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു അവസരത്തിൽ ഡോക്ടർ അബിക്കുള്ള താങ്ക്സ് ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ